കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞാലോ. ആദ്യം കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെയാണ്. സുഭാഷിനാണ് കിളിക്കൂടിൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണത്. അവരുടെ അമ്മ ഇല്ല, അച്ഛനാണെങ്കിൽ വല്ലാതെ കള്ളുകൂടിയനും ഒക്കെ ആയിട്ട് തോന്നിവാസമായിട്ട് നടക്കണതാണ്. ഒരു കുടുംബത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അച്ഛനാണെങ്കിൽ രണ്ടാമതും കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ പെണ്ണും ആ വീട്ടിൽ നിന്നിട്ടില്ല, ആ പെണ്ണും പോയിന്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വാഴാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യ ആ വീട്ടിലേക്ക് പെണ്ണ് കൊടുക്കാത്തത്. എവിടെ ചെന്നാലും സുഭാഷിന് പെണ്ണ് കിട്ടണില്ല. കുറേ 13 പ്രാവശ്യം പെണ്ണ് കാണാൻ ചെന്നിട്ടും അവന് ഒരു പെണ്ണും ശരിയാവണില്ല. എന്തായാലും ഇത് അവസാനത്തെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെടുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ല, ഏത് നേരം കള്ള് കുടിച്ചിട്ടും അങ്ങനെ നടക്കുന്നത്. വീട് കണ്ട ആരും പെണ്ണ് തരില്ല എന്നാണ് പരാതി. കാരണം വീടിന് ജനലില്ല, ഫാനില്ല, ഒന്നുമില്ല. വീട് അങ്ങനത്തെ ഒരു വീടായതുകൊണ്ട് ആ വീട്ടിലേക്ക് ഏത് പെണ്ണും കയറി വരില്ല എന്ന് പൊതുവേ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിനെയാണ്. നിധിയാണെങ്കിലോ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറാണ്. അവൾക്കാണെങ്കിൽ പുറത്ത് പോയിട്ട് നല്ല ജോലിയൊക്കെ ആവണം, നല്ല പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ ആവണം. കല്യാണം എന്നുള്ള ജീവിതമേ അവൾക്ക് വേണ്ട എന്നുള്ളവർ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ്. നേരെ മറിച്ച് അവൾ റാങ്ക് ഹോൾഡറിൻ്റെ മെഡലൊക്കെ വാങ്ങി വരുന്ന സമയത്താണ്, രാജീവാണ് അവളുടെ അച്ഛൻ, അവൾ മെഡലും കൊണ്ട് വരുന്ന സമയത്ത് അവൾക്കൊരു സർപ്രൈസ് ഒരുക്കുകയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെക്കൻ വരുന്നുണ്ട് എന്നൊക്കെ, പെണ്ണ് കാണൽ ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ്. അപ്പോൾ എന്തായാലും സാന്ദ്രയാണ് അവളെ എടുത്തിയമ്മ. സാന്ദ്രയോട് പറയുന്നുണ്ട് പോയി ഒന്ന് പുറപ്പെടിച്ച് കൊണ്ടുപോയ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ പോവാൻ മടിച്ച് നിൽക്കുന്ന സമയത്ത് രാജീവ് പറയുന്നുണ്ട്, നിന്നെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം മോളെ നിന്നെ കല്യാണ വേഷത്തിൽ കാണാം. ഈ മെഡലൊന്നല്ല അച്ഛൻ്റെ സന്തോഷം, നിന്നെ കല്യാണ വേഷത്തിൽ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സമ്മതിപ്പിച്ച് പുറപ്പെടാൻ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കിളി വീട്ടിലാണെങ്കിൽ കല്യാണ വേഷം സുഭാഷിന് വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എന്തായാലും അച്ഛനോട് പറയുന്നുണ്ട്, ഒന്ന് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി തരാം, അവിടെ വന്ന് ഒന്ന് വായ തുറക്കാതെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി, അച്ഛൻ്റെ സ്ഥാനത്ത് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയും പുറപ്പെടുവിപ്പിച്ച് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം എങ്ങനെ നമ്മുടെ നിധി സുധീഷിൻ്റെ കല്യാണം കഴിക്കാമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.